ഹായ്, കോ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഗിയർ സൈക്കിളിൻ്റെ ഗിയർ എങ്ങനെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഗിയർ മാറാൻ പഠിക്കാമെന്ന്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്നതാണ് നമ്മുടെ സൈക്കിളിൻ്റെ ഗിയർ വീൽ മെക്കാനിസം. ഇതിൽ നമ്മുടെ ഈ പെഡലിൻ്റെ സൈഡിൽ വരുന്ന പെഡലിൻ്റെ അടുത്ത് വരുന്ന 3 ഗിയേഴ്സുള്ള ഈ ഒരു സെറ്റിനെ നമ്മൾ ക്രാങ്ക് എന്ന് വിളിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ ഗിയറായിട്ട് കണക്കാക്കുന്ന 1, 2, 3. ഇവിടെ ഏകദേശം 3 എണ്ണമാണ് ഉള്ളത്. പുറകിലോട്ട് വന്ന പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ചെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ചെയിനും ഇങ്ങനെ വന്നു. പുറകിലുള്ളതിനെ ഒരുപാട് ഗിയേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇവിടുന്ന് 1 തുടങ്ങി ഏറ്റവും ചെറുതിൽ വരുമ്പോൾ 7 എണ്ണമായി. ഇതിനെ നമ്മൾ കാസറ്റ് എന്ന് വിളിക്കുന്നു. മുന്നിലുള്ളത് 3 എണ്ണം, പുറകിലുള്ളത് 7 എണ്ണം. അങ്ങനെ 21 ഗിയേഴ്സാണുള്ളത്. അതിൻ്റെ 21 റേഷ്യോയിൽ നമുക്കിതിനെ സൈക്കിളിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 21 സ്പീഡാണ് ഇതുള്ളത്. ഇവിടത്തേന്ന് പറയുമ്പോൾ ഇവിടെ വലുതിൽ നിന്ന് ചെറുതിലോട്ടും അവിടെ ചെറുതിൽ നിന്ന് വലുതിലോട്ടുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗിയേഴ്സിൻ്റെ ഒരു പാർട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഗിയർ മെക്കാനിസത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ പുറകിലുള്ള ക്രാങ്കിലും കാസറ്റിലും ഉള്ള ഗിയർ റേഷ്യോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഷിഫ്റ്റേഴ്സാണ് ഈ കാണുന്ന 2 എണ്ണം. ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്മൾ കണ്ട 3 വീലിലുള്ള ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ളതാണ് 1, 2, 3 എണ്ണം. പിന്നെ ഇപ്പുറത്ത് വന്ന 7 എണ്ണം. ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മുകളിലും താഴെയായിട്ട് ഓരോ നോബ് പോലെയുള്ളതുണ്ട്. ഇതിൽ കണ്ടോ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 7 സ്പീഡുകൾ ഈ ഒന്നിലിടുമ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒന്നിലിടുമ്പം ഇവിടെ എത്രയിലിടണം. അപ്പോൾ അതാണ് നമ്മളിനി പറയുന്നത്. നമ്മുടെ മെയിൻ ഗിയേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ ഗിയർ. ഈ ഒന്നാമത്തെ ഗിയർ നമ്മൾ ഇവിടെ ഇടുമ്പം നമ്മൾ ഇപ്പോൾ എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഏറ്റവും സ്ലോവിൽ പോകണമെങ്കിൽ നമ്മൾ ബൈക്കിലൊക്കെ നമ്മൾ ഫസ്റ്റിലത്തെ ഗിയർ ഇടും. കയറ്റം കയറണമെങ്കിൽ നമ്മൾ ഫസ്റ്റിലത്തെ ഗിയർ, ഏറ്റവും വലിയ കയറ്റങ്ങളൊക്കെ കയറാൻ വേണ്ടി നമ്മൾ ഫസ്റ്റിലത്തെ ഗിയറിലാണ്. അതേപോലെ തന്നെ സൈക്കിളിൻ്റെ അതേ കാര്യം ഓർത്താൽ മതി ഇതിലും. അപ്പോൾ ഇതിൽ ഫസ്റ്റിലത്തെ ഗിയറിൽ ഇവിടെ ഇടുമ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സ്ലോവിൽ പോകാനും നമുക്ക് ഏറ്റവും വലിയ കയറ്റം കയറാനൊക്കെ നമ്മളിവിടെ ഒന്നിലിടും. ഇവിടെ ഒന്നിലിടുമ്പോൾ നമ്മൾ ഈ ബാക്കിലുള്ള 7 ഗിയേഴ്സ് ആയിട്ട് അതിലേതിലൊക്കെ ഇടാമെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നിലിടുമ്പം ഇവിടെ നമുക്ക് എവിടെ വരെ ഇടാൻ പറ്റും? ഇവിടെ നമുക്ക് 1-ലിടാം, 2-ലിടാം, 3 വരെ ഇടാം. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ ഒന്നും കൂടെ സ്പീഡ് കൂട്ടി ഒന്നും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ ഒന്നും കൂടെ സ്പീഡ് കൂട്ടി പോകണമെങ്കിൽ ഇവിടെ നമ്മൾ 2-ലിടും. 2-ലിടുമ്പോൾ ഇവിടെ നമ്മൾ 2-ലിടുമ്പോൾ ഇവിടെ നമുക്ക് 3, 4, 5 വരെ പോകാം. 5 വരെ അപ്പോഴത്തേക്കും നമ്മുടെ സൈക്കിളിന് ഒരുപാട് സ്പീഡ് കൂടി. ഇനി നമുക്ക് ഏറ്റവും ടോപ്പ് സ്പീഡിലോട്ട് പോകണമെങ്കിൽ നമ്മളിവിടെ വന്ന് 3-ലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ 3-ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 5-ൽ പോകാം, 6-ൽ പോകാം, 7-ൽ പോകാം. ഇങ്ങനെയാണ് നമ്മൾ സൈക്കിളിൻ്റെ സ്പീഡായിട്ട് കൂട്ടി കൊണ്ടുവരുന്നത്. സ്പീഡ് കുറച്ച് കൊണ്ടുവരുമ്പോഴും നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം. 3-ൽ നിന്ന് 2-ലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് 7-ൽ നിന്ന് മൈനസ് ചെയ്ത് 5-ൽ കൊണ്ടുവന്ന് നിർത്തണം. ഇപ്പോൾ നമുക്ക് ഈ ഗിയേഴ്സ് എങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കിടക്കുന്നത് ഫസ്റ്റിലാണ് കിടക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ പെഡലിൻ്റെ അവിടെ 3 ഗിയേഴ്സ് ഉള്ളതിൽ ഫസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റിലാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഏറ്റവും ചെറിയ ഗിയറും ബാക്കിൽ ഏറ്റവും വലിയ ഗിയറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗിയേഴ്സ് എപ്പോഴും ഈ ഒരു പൊസിഷനിലായിരിക്കണം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒന്ന് നോക്കുകയും വേണം. കാരണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് സൈക്കിൾ വെച്ചിട്ട് പോകുമ്പം ആരെങ്കിലുമൊക്കെ ഗിയേഴ്സിലൊക്കെ വെറുതെ പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ഇതിലല്ലേന്ന് ഒന്ന് നോക്കണം. അതിന് നമ്മൾ മുകളിലെ ഷിഫ്റ്റേഴ്സിൽ 1 എന്നാക്കിയിട്ട് വെറുതെ സൈക്കിൾ ഒന്ന് ചവിട്ടാതെ തന്നെ ഇതേപോലെ ഒന്ന് ചെരിച്ച് നിർത്തിയിട്ട് ഒന്ന് പെഡൽ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ ഗിയർ കറക്റ്റ് പൊസിഷനിലോട്ട് വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്രാങ്കിനും കാസറ്റിനൊക്കെ അത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈഫ് നമുക്ക് പെട്ടെന്ന് കുറഞ്ഞു പോകും അതിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ മെല്ലെ ചവിട്ടി തുടങ്ങി, നമുക്കൊന്ന് ഇങ്ങനെ ചവിട്ടി തുടങ്ങിയപ്പോൾ നമുക്കൊന്ന് സ്പീഡ് കൂട്ടണം എന്ന് തോന്നി. അപ്പോൾ നമ്മളതിനെ ഒന്ന് മെല്ലെ സെക്കൻഡിലോട്ട് ഇടുവാണേ. സെക്കൻഡിലോട്ട് വീണു. ഇതുണ്ട്, ഇതിപ്പോൾ സെക്കൻഡിലാണ് കിടക്കണേ. നമ്മൾ സെക്കൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക.
സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ സ്പീഡ് കൂട്ടാമെന്നുള്ളൊരു ഇത് തോന്നി. അപ്പോൾ നമ്മളതിനെ തേർഡിലോട്ടിടും. ഇത് ഞാനിങ്ങനെ ചെരിച്ച് പിടിച്ച് സ്പീഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കില്ല. അപ്പോൾ ഈ സൗണ്ട് കേൾക്കാത്ത പോലെ സ്മൂത്തായിട്ട് വേണം നമുക്ക് ഗിയേഴ്സ് ചേഞ്ച് ചെയ്താൽ. ഇപ്പോൾ നമ്മൾ മുന്നിലും 1-ലും ഇവിടെ 2-ലുമാണ് പോകുന്നത്. ഇനി നമുക്ക് ഇതിനെ സ്പീഡ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടി ഇനി നമുക്ക് ബാക്കിൽ നമുക്കൊന്നും കൂട്ടാനില്ല. ഇനി നമ്മൾ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ 2-ലോട്ട് ആക്കണം. ഇപ്പോൾ നമ്മുടെ ഗിയേഴ്സ് നിൽക്കുന്നത് ഫ്രണ്ടിൽ 1-ലും പുറകിൽ 3-ലുമാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനി നമുക്കൊരിക്കലും ഇതിനെ ബാക്കിൽ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റില്ല. കൂട്ടിയാൽ നമ്മുടെ ക്രാങ്കിനും കാസറ്റിനൊക്കെ കേടുപാട് വരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വേണം സെക്കൻഡിലോട്ട് ഇടാൻ. ഫ്രണ്ടിൽ നമുക്ക് സെക്കൻഡിലോട്ട് ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ കറക്കി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടോ, ഫ്രണ്ടിലോട്ട് നമ്മൾ സെക്കൻഡിലോട്ട് ഇട്ടു. ഫ്രണ്ടിൽ സെക്കൻഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകിൽ 3-ലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. 3-ന്ന് 4-ലോട്ട് കൊണ്ടുപോകാം, 5-ലോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം നമ്മൾ ഇതിനെ വീണ്ടും എടുത്ത് നമ്മളിതിനെ ഫ്രണ്ടിൽ 3-ലോട്ട് കൊണ്ടുപോകും. ബാക്കിൽ അപ്പോൾ നമ്മൾ 5, 6, 7-ലോട്ടും കൊണ്ടുപോകും. അതാണ് നമ്മുടെ ടോപ്പ് സ്പീഡിലോട്ട് നമ്മളപ്പോൾ എത്തും. ഇപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഗിയർ റേഷ്യോ കിടക്കുന്ന ഒരു തെറ്റായ രീതിയിലാണ്. കാരണം ഫ്രണ്ടിൽ 3, ബാക്കിൽ 3, ഇങ്ങനെ ഒരു റേഷ്യോ എന്തായാലും നമുക്കില്ല. അപ്പോൾ ഇങ്ങനെ കിടന്നാൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയിനിനൊരു വളവ് വരും. ഈ ചെയിനിന് വളവ് വരുമ്പം ഈ ചെയിന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഗിയേഴ്സിനകത്ത് കറക്റ്റായിട്ട് ഈ സ്ലോട്ടിനകത്ത് വീണ് കിടക്കില്ല. ഈ സൈഡിൽ ഒരഞ്ഞൊരഞ്ഞായിരിക്കും ഇത് പോകുന്നത് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ. പിന്നെ ഈ താഴെ കാണുന്ന നമ്മുടെ ഈ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയിനിൻ്റെ ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു മെക്കാനിസത്തിൽ ഗിയേഴ്സിനും ഈ ഒരു മെക്കാനിസത്തിനും പെട്ടെന്ന് കേട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലൈഫ് കിട്ടില്ല. ചെയിൻ പൊട്ടിപ്പോകും, ഈ ഗിയേഴ്സിൻ്റെ പല്ല് പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ തെറ്റായ ഗിയർ റേഷ്യോയിൽ ഓടിക്കുമ്പോൾ സൈക്കിൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പീഡ് കിട്ടിയില്ലെങ്കിലും സൈക്കിൾ ഓടും. പക്ഷേ നമ്മൾ കമ്പനി പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച ഒരു ലൈഫ് നമുക്ക് ഈ ഒരു ഗിയർ ചേഞ്ചിങ് മെക്കാനിസത്തിന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഗിയർ റേഷ്യോ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പറയുന്ന ആ ഒരു ലൈഫ് നമുക്ക് സൈക്കിളിന് കിട്ടും. പിന്നെ സൈക്കിൾ ചവിട്ടാനുള്ള ഒരു ഭയങ്കര സ്മൂത്തായിട്ട് സൈക്കിൾ മൂവ് ആവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായ റേഷ്യോ മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് സൈക്കിളിൻ്റെ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഓടിച്ചാൽ നമ്മുടെ സൈക്കിളിന് സ്മൂത്തായിട്ടുള്ളൊരു ഡ്രൈവ് നമുക്ക് കിട്ടും. ഗിയേഴ്സിന് അതിൻ്റെ കൃത്യമായ ലൈഫ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ ടാറ്റാ.